ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ചും ജൂനിയർ റെഡ് ക്രോസ് കേരള ഘടകവും വയനാടിനായി സമാഹരിച്ച വിഭവങ്ങൾ കൈമാറി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയും ജൂനിയർ റെഡ് ക്രോസും വയനാട് ദുരന്ത മേഖലയിലെ ജനങ്ങളെ സഹായിക്കാൻ സമാഹരിച്ച വിഭവങ്ങളുമായി 10 ലോറികളാണ് എടപ്പാളിലെത്തിയത്. എടപ്പാൾ ജംഗ്ഷനിൽ വെച്ച് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും തവനൂർ MLA KT ജലീലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. റെഡ് ക്രോസ് സ്റ്റേറ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റെഡ് ക്രോസ് മലപ്പുറം ജില്ലാ ചെയർമാൻ G മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു. സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ജോബി തോമസ്, സെക്രട്ടറി KS അജയകുമാർ, JRC സ്റ്റേറ്റ് കോർഡിനേറ്റർ ശിവൻ പിള്ള, JRC സ്റ്റേറ്റ് കോർഡിനേഷൻ ചെയർമാൻ ബിനു K പവിത്രൻ, JRC ജില്ലാ കോർഡിനേറ്റർ ഷഫ്ന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തം, ഏവരെയും വേദനിപ്പിക്കുന്ന ദുരന്തത്തിന് ഒരു ചെറിയ അണ്ണാൻകുഞ്ഞിനും തന്നാലായത് എന്നുള്ള നിലയിൽ ഒരു ചെറിയ പരിഹാരം കാണണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ചെറിയ തോതിൽ പല ജില്ലകളിൽ നിന്ന് മെറ്റീരിയൽസൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഫലപ്രദമായ രീതിയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യാനും സാധ്യമല്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരുമിച്ച് കൊണ്ടുചെന്ന് കൊടുത്തിട്ട് അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഇത് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു മോണിറ്ററൈസേഷൻ കൂടെ നടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഈ സംസ്ഥാന സമിതി ഇവിടെ നിന്ന് ഈ ഇപ്പോൾ 7 ലോറിയോളം ഉണ്ട്. ഈ 7 ലോറി നിറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്, അതുപോലെ ഹൈജീനിക് കിറ്റ്സ് ഉണ്ട്, കിച്ചൺ കിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈജീനിക് കിറ്റിന് തന്നെ 4,000 രൂപ വില വരുന്നതാണ്. അതുപോലെ കിച്ചൺ കിറ്റിന് 5,000 മുകളിൽ രൂപ വില വരുന്നതാണ്. ഇതൊക്കെ റീഹാബിലിറ്റേഷൻ സമയത്ത് ഉപയോഗിക്കത്തക്ക രീതിയിലും ഇപ്പോൾ അത്യാവശ്യമെന്നുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഒരുക്കുന്നതിന് ഗവൺമെൻറ്റുമായിട്ട് NCV ന്യൂസ് എടപ്പാൾ. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.